ഒളിവിലാണ് എന്ന വിവരം എനിക്കില്ല. ഇനി ഒളിവിലാണ് എന്ന് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുകയാണ് അല്ലേ? അല്ല, നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാണ്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ഞാൻ ചോദ്യം ചെയ്യാനാണോ വിളിപ്പിച്ചത്? താങ്കൾ ആ നോട്ടീസ് തന്നെ ഒന്ന് കാണിക്കാമോ? ചോദ്യം ചെയ്യാൻ വിളിച്ച നോട്ടീസ് താങ്കൾ തന്നെ കാണിക്കൂ. ജനം ടി വി അല്ലേ? ജനം ടിവിയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ എനിക്ക് താങ്കളോട് വ്യക്തിപരമായ പ്രയാസമില്ല. ഞാൻ പറഞ്ഞത് ജനം ടിവിയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച നോട്ടീസ് താങ്കൾ എനിക്ക് തരൂ. ഇപ്പൊ ചോദ്യം ചെയ്യാനാണോ വിളിച്ചത്? ഈ രാജ്യത്ത് ചോദ്യം ചെയ്യാൻ വിളിക്കുക, മൊഴിയെടുക്കാൻ വിളിക്കുക എന്നൊക്കെ പറഞ്ഞത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ലേ? നീ ചോദ്യം ചെയ്യാനാണ് വിളിച്ചതെങ്കിൽ ഞാൻ പറയും ചോദ്യം ചെയ്യാനാണ് വിളിച്ചതെന്ന് പറയും. നിങ്ങൾക്ക് എന്തിനാണ് വ്യഗ്രത എന്നത് മാത്രമേ എന്റെ ആശങ്കയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഇവർക്ക് എന്നെ ചോദ്യം ചെയ്യണോ? ചോദ്യം ചെയ്യട്ടെന്നേ, ചോദ്യം ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ തന്നെ അത് ചോദ്യം ചെയ്യലായി ചിത്രീകരിക്കുന്നത് ശരിയാണോ എന്ന് താങ്കൾ തീരുമാനിച്ചാൽ മതി. എനിക്കതിനകത്ത് താങ്കളോട് പരിഭവമില്ല. താങ്കൾ എന്ത് വാർത്ത കൊടുക്കണമെന്നുള്ളത് പരിപൂർണമായിട്ട് താങ്കളുടെ തീരുമാനമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കളുടെ ചോദ്യം ഒളിവിലാണ് എന്നിപ്പോ താങ്കളാണ് എന്നോട് സ്റ്റേറ്റ് ചെയ്തത്. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, പോലീസ് എന്നോട് പറഞ്ഞിട്ടില്ല. പോലീസ് എന്നോട് പറയുന്ന ഒരു വിവരമല്ലേ എനിക്കുള്ളൂ. അതല്ലാതെ താങ്കൾ സ്റ്റേറ്റ് ചെയ്ത കാര്യമാണ് എനിക്കറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ മറുപടി പറയാം. കൈരളിക്കൊക്കെ മറുപടി തരാം. എന്നോട് പോലീസ് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളാണ് എന്നോട് സ്റ്റേറ്റ് ചെയ്തത്. അതിനകത്ത് തർക്കമുണ്ടോ? താങ്കളാണ് സ്റ്റേറ്റ് ചെയ്തെന്നുള്ള കാര്യത്തിൽ. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഞാൻ നിർദ്ദേശം കൊടുക്കുമോ? അപ്പൊ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ആഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അല്ല ഞാൻ പറയട്ടെ ശ്രീ റോഷിപാൽ, താങ്കൾ ഒരാൾ ഒളിവിലാണ് എന്ന് താങ്കൾ സ്റ്റേറ്റ് ചെയ്തു. ആ ആൾക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ആ ആൾ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാന്നല്ലേ? എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിർദ്ദേശവും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാവരും പാലിക്കപ്പെടണം. അത്രേ ഉള്ളൂ. എനിക്ക് പരിഭവം പറഞ്ഞതല്ല. അദ്ദേഹം സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവാണ്. ഇപ്പൊ അദ്ദേഹം ഒളിവിലാണ്, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട് രാവിലെ പറഞ്ഞൊരു വാർത്ത ശരിയല്ല എന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് അല്ലേ? നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്തൊരു വാർത്ത, രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത ശരിയല്ലെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാൾ തന്നെ നിങ്ങൾ പറയുന്ന മറ്റൊരു വാർത്തയുടെ തുമ്പ് പിടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെ അന്വേഷണവുമായിട്ട് എല്ലാവരും സഹകരിക്കണം. അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് തർക്കമുള്ളത്. ആർക്കും നെഞ്ചുവേദന ഉണ്ടാക്കാൻ പാടില്ല. KPCC എന്നോട് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിശദീകരണം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ നേരിൽ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കൊടുക്കുവാൻ കഴിയുന്ന എല്ലാ വിശദീകരണങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് എന്നിലും ഈ പ്രസ്ഥാനത്തിലും പൂർണ്ണമായ വിശ്വാസമാണ്, ആത്മവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ആ പിന്തുണ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എനിക്ക് ഈ നിമിഷം വരെ തന്നുകൊണ്ടിരിക്കുന്ന പിന്തുണയുടെ ഒരു ടോക്കണായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.